ഹായ് ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇന്നത്തെ വീഡിയോ ഒരു ഓണം സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളിന്ന് പങ്കെടുക്കാനായിട്ട് പോകുന്നത് കേരള കലാ സാഹിത്യം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അസോസിയേഷൻ്റെ പ്രവാസി ഓണം പ്രോഗ്രാമിലേക്കാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടായിട്ടുള്ളൊരു ആൻറ്റി ഉണ്ട്. ഞങ്ങൾ സിസ്റ്റർ ആൻറ്റി എന്നാണ് വിളിക്കുക. അവരും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള മോഹനങ്ങളും കൂടിയാണ് നമ്മളിന്ന് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് അവരുടെ കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. നമ്മൾ ജിദ്ദയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടിപൊളി ഗ്രാൻഡായിട്ടുള്ളൊരു ഓണം പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. മുന്നേ നമ്മൾ സിസ്റ്റർ ആൻറ്റിൻ്റെ വീട്ടിലൊക്കെ ഓണത്തിന് പോകലും അങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്യലൊക്കെ ഉണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് നമ്മൾ ജിദ്ദയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോണത്. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എമ്മിയും ലാലും ഷാലോട്ടൊക്കെ ഒന്ന് മുണ്ടൊക്കെ എടുത്ത് അടിപൊളിയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു ഈ ഓണം പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക്. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തിയപ്പോൾ ഇതാ പപ്പയും സിസ്റ്ററിൻ്റെയൊക്കെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളവിടെ കുറച്ച് സമയം ഇരുന്നു. അങ്ങനെ അവരുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളും നെക്സ്റ്റ് ട്രിപ്പിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ എന്താ നമ്മളിരുന്നിട്ട് ഇനി ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ നാടിൻ്റെ ഓർമ്മപ്പെടുത്തലും അതുപോലെ നമ്മളെ സംസ്കാരവും സൗഹൃദങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു ആഘോഷമാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഒരു സംഗമം പോലെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് തന്നെ നമ്മുടെ ഓണത്തിൻ്റെ ഒരു ഹൈലൈറ്റ് ആണല്ലോ. അത് നമ്മൾ പ്രവാസികളും കൂടി ആകുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടുന്നൊരു ചാൻസാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ലാലുനായിട്ട് സംസാരിച്ചിരിക്കുന്നതാണ് കേട്ടോ സിസ്റ്റർ ആൻറ്റിൻ്റെ ഹസ്ബൻഡ് മോഹനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രോഗ്രാംസൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തേനും ആളുകളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഹാളിലേക്ക് വന്നിരിക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒരു 2 മണി 2:30 ആയ സമയത്താണ് ഇവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായിട്ടുള്ളത്. അപ്പോൾ ഒഫീഷ്യലി അവരുടെ ഇനാഗുറേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിൽ. അങ്ങനത്തെ ഒരു 2 മണി 2:30 ആയപ്പോഴത്തേനും അവരുടെ ഇനാഗുറേഷനൊക്കെ തുടങ്ങി. അതിനുശേഷം അവരുടെ ഓരോരോ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് പ്രോഗ്രാംസ് കാണാം. ഇതിൽ ഫുഡിലൊന്നും ഞാൻ ഇട്ടിട്ടില്ല, കാരണം കോപ്പിറൈറ്റ് കിട്ടും മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ചെറിയ പോർഷൻ മാത്രമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. കുഞ്ഞുമക്കളുടെ ഡാൻസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. നല്ലൊരു അടിപൊളി പാട്ടും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ചെറിയവരും വലിയവരൊക്കെ ഓണത്തിന് ഒരുപോലെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ. അതായത് നമ്മുടെ മാവേലി വരികയാണ്. അപ്പോൾ മാവേലിനെ ഇതാ സ്റ്റേജിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളും അമ്മമാരൊക്കെ അടിപൊളിയായിട്ട് ഇതാ മാവേലിനെ ആനയിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. ഓണത്തിൻ്റെയൊക്കെ സന്തോഷവും ഐക്യമൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലേ മാവേലി വരുന്നത്. അതുപോലെ തന്നെ നമ്മളെ പ്രവാസത്തിൽ നമ്മളെ നാടിൻ്റെ മാവേലി എത്തും എന്നുള്ളതാണ് കേട്ടോ നമ്മളെ പ്രവാസി ഓണത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മാവേലി വന്നതോടെ സംഭവം പരിപാടി ഒന്നുകൂടി കളറായി എന്ന് പറയാം. മാവേലിനെ കണ്ടപ്പോൾ കുട്ടികളൊക്കെ ആകെ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. നമ്മുടെ എമ്മിമോനും ഇതാ മാവേലിൻ്റെ കൂടെ ഇരുന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഓരോരോ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ക്ലിപ്സുകൾ മാത്രമാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്.
ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിൻ്റെ ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കിട്ടുമോ എന്നുള്ള അതുകൊണ്ട് മാത്രമാണ് ചെറിയ രീതിക്ക് ഞാൻ വോയിസ് ഇട്ട് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാൻസ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി സിസ്റ്റർ ആൻറ്റിൻ്റെ തിരുവാതിരയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിന് വെയിറ്റ് ചെയ്യായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം സിസ്റ്റർ ആൻറ്റി ഒരുപാട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണമാണ്, അപ്പോൾ തിരുവാതിരയൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെയാണെന്ന്. അപ്പോൾ ആൻറ്റി ഇതിന് വേണ്ടി നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം നമുക്ക്. എന്ത് രസാലേ കാണാൻ വേണ്ടിയിട്ട്. അത്രയും അടിപൊളിയായിട്ടാണല്ലേ അമ്മമാർ കളിക്കുന്നതും. ഞാൻ ഒക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 8 years മുന്നെയാണ് തിരുവാതിര കണ്ടിട്ടുള്ളത് കോളേജിലൊക്കെ വെച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാരണം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ തിരുവാതിരക്കൊക്കെ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ പോയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തിരുവാതിര എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇങ്ങനെ അമ്മമാർ കളിക്കുന്നത് കാണുന്നതൊക്കെ ഫസ്റ്റായിട്ടാണ് കേട്ടോ. ഈ ഒരു വീഡിയോ ഫുള്ള് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ സോങ് ആഡ് ചെയ്യാതെ വീഡിയോ മാത്രമായിട്ട് കാണിക്കുമ്പോൾ നമ്മളത് കാണുന്നവർക്ക് ഭയങ്കരമായിട്ടൊരു ബോറിംഗ് ആയിരിക്കും. അപ്പോൾ സോങ്ങും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും കോപ്പിറൈറ്റും കിട്ടും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചെറിയൊരു ഭാഗം മാത്രമായിട്ട് കാണിക്കുന്നത്. നല്ലൊരു അടിപൊളി പാട്ടും കേട്ടില്ലേ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ അപ്പൂൻ്റെ ഡാൻസാണ്. അപ്പു എന്ന് പറയുന്നത് സിസ്റ്റർ ആൻറ്റിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ആളുടെ ഡാൻസും കൂടി നമുക്ക് കണ്ടോക്കാം. ഇതൊരു ഓണം ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ കോളേജ് ലൈഫ് ഇങ്ങനെ മിസ് ചെയ്തു. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാനത് കാണുമ്പോൾ. കാരണം നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണല്ലോ ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കാം. അപ്പോൾ ശരിക്കും ആ ഒരു കോളേജ് ലൈഫ് എനിക്ക് മിസ് ചെയ്ത്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സാളെയും നമ്മൾ കളിച്ചിട്ടുള്ള ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ഓർമ്മ വന്ന് ഒരു എന്താ പറയുക ഒരു നൊസ്റ്റു അടിച്ചിട്ടോ അതിങ്ങനെ കണ്ടപ്പോൾ. ഏതായാലും ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങളങ്ങനെ ഇനി അപ്പൂൻ്റെ ഡാൻസും കൂടെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. നമുക്കിനി വേറെ ജസ്റ്റ് പുറത്തിറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാൻസും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിനി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി നമ്മൾ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. സിസ്റ്റർ ആൻറ്റിനോടും പപ്പനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് സിസ്റ്റർ ആൻറ്റിൻ്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പോരുന്നത്. അപ്പോൾ ഇതാ ചായ ഉണ്ടായിരുന്നു, അങ്ങനെ ചായയും കൂടി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിതാ ചായയും കൂടി കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. നമുക്ക് പ്രോഗ്രാംസ് ഫുള്ള് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഷാരൂട്ടിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോകാനുണ്ട്, നമുക്ക് 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ കൂടുതൽ സമയം ഇരുന്നില്ല, പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് ഒരു 4 മണി 4:30 വരെ നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇതാ നമ്മളിനി നേരെ വീട്ടിൽ പോവാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറിനടുത്ത് നമ്മുടെ റൂമിലേക്ക് ഉണ്ട് കേട്ടോ. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഉച്ച സമയമൊക്കെയാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി ജസ്റ്റ് കുളിച്ച് ഫ്രഷായി പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ ഇന്ന് ഏതായാലും എമ്മിക്കുട്ടിൻ്റെ ഡേ ആണ്. അപ്പോൾ അവനിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കൂടെ ഷാലിട്ടില്ല, അവനോൻ്റെ ഫ്രണ്ടും കൂടെ പുറത്ത് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ പുറത്ത് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നമ്മൾ ഉച്ചക്ക് രാവിലെ പുറത്ത് പോയി വൈകുന്നേരമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു മൂഡില്ല പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ 1-2 കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങിയതേ ഉള്ളൂ. നമുക്ക് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ 1-2 ഡ്രസ്സുകൾ എടുക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എമ്മിക്കുട്ടിക്ക് നാഷണൽ ഡേക്ക് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്.
അങ്ങനെ നമ്മളിതാ എമ്മിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ലാലുവിൻ്റെ ഡ്രസ്സോടെ ചേഞ്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ചേഞ്ച് ചെയ്താനും കൊടുത്തു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 1-2 ഷോപ്പിൽ പോകാനാണ് കേട്ടോ നമുക്ക് ഇന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അഡിഡാസിൻ്റെ ഷോപ്പിലും കൂടെ ഒന്ന് പോകാനായിട്ടുണ്ട്, ജസ്റ്റ് 1-2 ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതാ വന്നിട്ടുള്ളത് പെർഫ്യൂം വാങ്ങാനായിട്ടാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണ് കേട്ടോ ഏതാണ് വേണ്ടിയെന്നുള്ളത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ നിന്നൊരു പെർഫ്യൂം വാങ്ങി. ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, നമ്മൾക്കിനി എവിടേക്കും പോകാനുമില്ല, കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ എമ്മുമ്മന് ബർഗർ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നല്ലൊരു ബർഗറും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് മാക്കിൽ കയറി നമ്മൾ ബർഗറും നഗറ്റ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.